തലശ്ശേരി ഇല്ലത്ത് താഴെ എക്സൈസിന്റെ വൻ ലഹരിവേട്ട. ഹാഷിഷ് ഓയിൽ, മെത്താഫിറ്റാമിൻ, കഞ്ചാവ് ഉൾപ്പെടെയുള്ള മാരക മയക്കുമരുന്നുമായാണ് ലഹരി വിൽപ്പനക്കാരൻ തലശ്ശേരി എക്സൈസിന്റെ പിടിയിലായത്. തിരുവങ്ങാട് വയലളം സ്വദേശി പവിത്രം വീട്ടിൽ MN റിനിലാണ് അറസ്റ്റിലായത്. എൻ്റെ പേര് വിനോദ് കുമാർ. ഇവിടുത്തെ കതിരൂർ സി ആണ്. എൻ്റെ ബോഡി സെർച്ച് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് വന്നതാണ്. ഇയാളുടെ ശരീരത്തിലൊന്നുമില്ല. അത് സാക്ഷികളെ ഫാൻ Kising mo. Hindi mo gawin na balik? Ha? Yung dati. Mura. Kasama. Hindi mo gawin na balik? Pero yung dati. Tuwag na. Eso. Tuwag na natin ito. Ha? Tapos yung ikat ako sa muna lang. Ito, iso ito. ഇതേതാ ഫോൺ? എൻ്റെ ഫോൺ ഇതിൻ്റെ അമ്മേൻ്റെ ഫോൺ സാരി കൊടുക്കലുകൾ ഞാനൊരു റൂം വെക്കണം. അമ്മേൻ്റെ സാധനം തലശ്ശേരി റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ കെ സുബിൻരാജിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് വ്യത്യസ്ത ഇനത്തിൽപ്പെട്ട ലഹരി വസ്തുക്കളായ 135 ഗ്രാം കഞ്ചാവ്, 23 ഗ്രാം ഹാഷിഷ് ഓയിൽ, 9 ഗ്രാം മെത്താഫിറ്റമിൻ എന്നിവയും ലഹരി വസ്തുക്കൾ പാക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന 74 സുതാര്യ പോളിത്തീൻ കവറുകളും, രാസലഹരി വസ്തുക്കൾ തൂക്കുന്നതിനുപയോഗിക്കുന്ന ഡിജിറ്റൽ ത്രാസ്, രാസലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നതിനുള്ള ഫ്യൂമിംഗ് പൈപ്പുകൾ എന്നിവയുൾപ്പെടെയാണ് പ്രതി പിടിയിലായത്. ഇയാളുടെ വീട്ടിൽ നിന്നാണ് ഇവ കണ്ടെടുത്തത്. 30,000 രൂപ വില വരുന്ന മെത്താഫിറ്റമിനും 25,000 രൂപ വില വരുന്ന ഹാഷിഷ് ഓയിലും 15,000 രൂപ വില വരുന്ന കഞ്ചാവുമാണ് റിനിലിന്റെ കയ്യിൽ നിന്നും പിടിച്ചെടുത്തത്. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ KC ഷിബു, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ MK പ്രസന്ന, സിവിൽ എക്സൈസ് ഓഫീസർ P പ്രയേഷ് എന്നിവർ എക്സൈസ് സംഘത്തിലുണ്ടായിരുന്നു. പ്രതിയുമായി ബന്ധമുള്ള മയക്കുമരുന്ന് മാഫിയകളെക്കുറിച്ചും എക്സൈസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ കൂടുതൽ പേരിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കും. ഗ്രാമിക ന്യൂസ്, തലശ്ശേരി.
അഭിമാനം, ഒപ്പം ഞങ്ങളുടെയും. വീടും പരിസരവും പ്രകൃതിയുടെ വൈവിധ്യം കൊണ്ട് സമ്പന്നമാക്കാൻ ടണൽ ആഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി. ബോൺസായി, ഓർണമെന്റൽ, എക്സോട്ടിക്, ഇൻഡോർ, ഔട്ട്ഡോർ ഫ്രൂട്ട് പ്ലാന്റുകളുടെ വിപുലമായ ശേഖരം. ലാൻഡ്സ്കേപ്പിംഗ്, ഡിസൈനിംഗ് ആൻഡ് ഗാർഡനിംഗ് രംഗത്ത് വിദഗ്ധരുടെ സേവനം. ഇനി നിങ്ങളുടെ പൂന്തോട്ടം മനസ്സുപോലെ മനോഹരം. The biggest nursery in Kannur district since 1997, approved by Government of Kerala.